ജഹാംഗീർ ചികിത്സാ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങൾ, ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വിപുലമായി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ കൂട്ടായ്മകൾ അവർക്ക് കഴിയാവുന്ന രീതിയിൽ ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് ചികിത്സാ കമ്മിറ്റിയെ നേരിട്ട് ഏൽപ്പിക്കുകയും അതോടൊപ്പം ജോയിൻ്റ് അക്കൗണ്ടിൽ മുഖാന്തരം അയക്കുന്ന വിവിധ മഹല്ലുകളും വിവിധ കൂട്ടായ്മകളൊക്കെ പരമാവധി ആ രീതിയിൽ ഉപയോഗപ്പെടുത്തി വരികയാണ്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ ഭാഗമായി വോയിസ് ഓഫ് തട്ടുമ്മൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരാണ്, അതിലെ മെമ്പേഴ്സാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. കൂട്ടത്തിലുള്ളത് ജഹാംഗീർ ചികിത്സാ സഹായ സമിതിയുടെ കമ്മിറ്റി ഭാരവാഹികളും കൂടിയാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ നിന്ന് അവർക്ക് പറ്റാവുന്ന രീതിയിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തട്ടുമ്മൽ മഹലിൽ നിന്നും അതോടൊപ്പം വോയിസ് ഓഫ് തട്ടുമ്മൽ കൂട്ടായ്മയിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വോയിസ് ഓഫ് തട്ടുമ്മലിൻ്റെ പ്രവർത്തകരായിട്ടുള്ള മെമ്പേഴ്സായിട്ടുള്ള റഫീഖ് CH, VV മുഹമ്മദ് കുഞ്ഞി അവറുകൾ, മുത്തലിപ്പെട്ടി, ഷംസുദ്ദീൻ KKP, റഷീദ് ABC, മുഹമ്മദ് കുഞ്ഞി MP, ഷമീം തുടങ്ങിയ ഇവിടെ ഹാജരായവരും അതോടൊപ്പം അവിടെയുള്ള ഇതിൻ്റെ മെമ്പേഴ്സിനും ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ വേളയിൽ ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ചികിത്സാ സമിതിയുടെ ചെയർമാൻ കാസിം മൗലവിയും വർക്കിംഗ് ചെയർമാൻ തട്ടുമ്മലിൻ്റെ ഫണ്ട് ആദരണീയനായ ഇതിൻ്റെ മുഹമ്മദ് കുഞ്ഞി അവറുകൾ ഈ രീതിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരപൂർവ്വം അതേവേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജഹാംഗീർ ചികിത്സാ സഹായ കമ്മിറ്റി, അതുപോലെ തന്നെ വോയിസ് ഓഫ് തട്ടുമ്മൽ വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാർ, പ്രവർത്തകർ, നമുക്കറിയാം നമ്മുടെ ജഹാംഗീർ ഒരു വലിയ അസുഖം കാരണം പ്രയാസപ്പെടുകയാണ്. ചുരുങ്ങിയത് 40 ലക്ഷം രൂപയോളം ആ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാകും എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വളരെ ഈ വലിയൊരു ഭീമമായ തുക സമാഹരിക്കാൻ കഴിയുന്നത്രയും സമാഹരിക്കണമെന്നാണ് വോയിസ് ഓഫ് തട്ടുമ്മൽ ഗ്രൂപ്പ് ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സമാഹരണമാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരുപാട് നമ്മളെ ജഹാംഗീറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ഇനിയും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടും എങ്ങനെ ആയിട്ട് ഇനിയും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഇതിലേക്കുള്ള സഹായം ഇനിയും നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ പരമാവധി ചെയ്യാൻ. വോയിസ് ഓഫ് തട്ടുമ്മൽ കമ്മിറ്റിയിലെ ഭാരവാഹികളെ, അതുപോലെ നമ്മുടെ ജഹാംഗീറിൻ്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, ഈ ഒരു പ്രവർത്തനം ഏറെക്കുറെ നമ്മൾ ഒരു മാസത്തോളം ഇതിൻ്റെ ഫണ്ടിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുവിധം എല്ലാ ഭാഗത്തു നിന്നും അൽഹംദുലില്ലാഹ് ഫണ്ടിൻ്റെ പ്രവർത്തനം വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രവർത്തനം നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നാം ആരും മറന്നുപോയത്. കാരണം നമ്മളിൽ പെട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് നിലനിർത്തി കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ആയതുകൊണ്ട് എല്ലാവരും ഇതിൽ ഒന്നുകൂടി ഉത്സാഹിച്ച് ഈ പ്രവർത്തനം നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് തട്ടുമ്മൽ അതേപോലെ തന്നെ ജഹാംഗീർ ചികിത്സാ സമിതി അംഗങ്ങളെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ ചികിത്സാ നിധിയിലേക്ക് വോയിസ് ഓഫ് തട്ടുമ്മലിൻ്റെ വലിയൊരു സംഖ്യ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടിൻ്റെ, ഈ രാജ്യത്തിൻ്റെ, അതുപോലെ തന്നെ പുറം രാജ്യത്തുള്ള ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇനിയും ഈ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി എല്ലാവർക്കും ഒരു മനസ്സോടെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹായിച്ച എല്ലാവർക്കും ഇത്ര മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു അവരെയും കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താകട്ടെ.